മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചില പ്രചോദനാത്മകമായ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രചോദനാത്മകമായ കഥകൾ എന്ന് പറയുമ്പോൾ മെലിഞ്ഞ ശരീരത്തെ ടോണിക്കുകൾ നല്ല ഉശിരുള്ള ഉന്മേഷമുള്ള ഊർജ്ജസ്വലമായ ശരീരം ആക്കി തീർക്കുന്നത് പോലെ നമ്മുടെ മനസ്സിന് ഉത്തേജനം നൽകുന്ന, നമ്മുടെ മനസ്സിനെ പ്രവർത്തന സജ്ജമാക്കുന്ന ഒരു ടോണിക്കാണ് പ്രചോദനാത്മകത അഥവാ മോട്ടിവേഷൻ സ്റ്റോറീസ്. നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും കഴിവും കാര്യശേഷിയും അറിവും യോഗ്യതയും ഒക്കെ ഉണ്ടായിട്ടും പ്രവർത്തനങ്ങളിൽ വിജയിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നത് അവർക്ക് ലഭ്യമായിട്ടുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതായത് നെഗറ്റീവ് മോട്ടിവേഷനാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം ആലോചിക്കണം. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ളത് നമുക്ക് ജീവിക്കാൻ അത്യാവശ്യം വേണ്ടത് പ്രാണവായു അഥവാ ഓക്സിജൻ, മറ്റൊന്ന് ആഹാരം, പിന്നീട് നമുക്ക് അഭയം നൽകാൻ നമുക്ക് കിടക്കാൻ ഒരു വീട്, പിന്നെ വസ്ത്രങ്ങൾ, ഇതൊക്കെയാണ്, ഭക്ഷണമൊക്കെയാണ്. എന്നാൽ നമ്മുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ജീവിതത്തിനും ഒക്കെ ഇവ കൂടാതെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അനിവാര്യമാണ്. അപ്പോൾ ഇത് ദ്രവ്യമായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മോട്ടിവേഷൻ രണ്ടു തരത്തിലുണ്ട്. നമുക്കറിയാം, ആക്റ്റീവ് മോട്ടിവേഷൻ, അതായത് നല്ല മോട്ടിവേഷൻ, ഇനാക്റ്റീവ് മോട്ടിവേഷൻ, മോശമായ മോട്ടിവേഷൻ. നമ്മൾ നല്ലൊരു ശതമാനം ആളുകൾക്കും സമൂഹത്തിൽ നിന്നും, വീടുകളിൽ നിന്നും, വിദ്യാലയങ്ങളിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നുമൊക്കെ ഇനാക്റ്റീവ് മോട്ടിവേഷനാണ് ലഭിക്കുന്നത്. കാരണം അതുമൂലമാണ് നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയാതെ നമുക്ക് കിടക്കുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്കൊരു പുരാണ കഥയിൽ നിന്നും വ്യക്തമാക്കാം. പുരാണത്തിലെ ഹനുമാൻ എന്ന കരുത്തനായ ശക്തനായ കഥാപാത്രത്തെ നമുക്കെല്ലാവർക്കും അറിയാം. സീതയെ രാവണൻ കൊണ്ടുപോയതിനു ശേഷം സീതയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിരുന്നപ്പോൾ വാനരപ്പട സീതയെ അന്വേഷിച്ച് യാത്രയായി. അപ്പോൾ ശ്രീലങ്കയിലേക്ക് അന്ന് പാലമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, കുതിച്ച് ഇറങ്ങണം. അതായത് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക്, ഭാരതത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കുതിക്കാൻ ആർക്ക് കഴിയും? അങ്ങനെ ശ്രീലങ്കയിൽ ചെന്നാൽ സീതയുടെ വിവരങ്ങൾ മനസ്സിലാക്കാനും ശ്രീരാമനെ അറിയിക്കാനും കഴിയും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ധ്യ വയോധികനും വീരശൂര പരാക്രമിയൊക്കെയായ ഒരു മുതിർന്ന വാനര ശ്രേഷ്ഠൻ ഹനുമാനോട് പറഞ്ഞു, അല്ലയോ ഹനുമാനെ, നിനക്ക് കഴിയും, നിനക്ക് മാത്രമേ ഈ ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കുതിച്ചുചാടി അവിടെ എത്തി സീതയെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുതരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചിരച്ഛേദമായിരിക്കും നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ശുഷ്കിച്ച് വല്ലാതെ ഒരു ചെറിയ ഇതിൽ കിടന്ന ഹനുമാന് വിചാരിച്ചോടാ, എനിക്ക് കഴിയുമെന്നോ, എനിക്ക് അത്രമാത്രം കഴിവുണ്ടെന്നോ. അങ്ങനെ വിചാരിച്ച ഹനുമാൻ പെട്ടെന്ന് ആ ധാരണ കൊണ്ട് തന്നെ, എനിക്ക് ഇത്രയും കഴിവുണ്ടല്ലോ എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെ ഭയങ്കര രാജാനുവാഹുവാവുകയും ഒറ്റ ചാട്ടത്തിന് ലങ്കയിലെത്തുകയും സീതാദേവിയെ കാണുകയും രാവണന് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് സീതയെപ്പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കുകയും ഒരു മോതിരം ശ്രീരാമന് അടയാളമായി കാണിക്കാൻ വേണ്ടി സീതയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് തിരികെ വരികയും ചെയ്ത കഥ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആബാലവൃദ്ധം ജനങ്ങൾക്കും നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാനോ അവ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനോ കഴിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൻ്റെ കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ചു. നമുക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇനാക്റ്റീവ് മോട്ടിവേഷൻ, അതായത് ഏതെങ്കിലും ഒരു കാര്യം, ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ലെങ്കിലോ, പറയുന്നത് പൂർണ്ണതയിലാക്കിയില്ലെങ്കിലോ ഒക്കെ അധ്യാപകൻ പറയുന്നു, നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നിനക്ക് നീ പഠിക്കാൻ മിടുക്കുന്നില്ല എന്ന് അധ്യാപകൻ ആ കുട്ടിയോട് പറയുന്നു. ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും കേൾക്കെ പറയുന്നു. അതുപോലെ തന്നെ രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തി ആ കുട്ടിയെ നിർത്തിക്കൊണ്ട് പറയുന്നു. ഇതൊക്കെ ആ കുട്ടിയുടെ മനസ്സിൽ നെഗറ്റീവായ ഒരുതരം ആറ്റിറ്റ്യൂഡ്, അതായത് മോട്ടിവേഷൻ ഉണ്ടാവുകയും എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന ചിന്ത ഉണ്ടായി വരികയും അത് മനസ്സിൽ തീവ്രമാവുകയും അങ്ങനെ അവൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ അവന് കഴിയാതെ വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്നും ഒക്കെ അത്തരത്തിലുള്ള ഇനാക്റ്റീവ് മോട്ടിവേഷനുകൾ ലഭിക്കുന്ന മൂലമാണ് നമ്മൾ നല്ലൊരു ഭാഗം ആൾക്കാർക്കും
കഴിവിൻ്റെ നല്ലൊരംശം ഉപയോഗിക്കാൻ പറ്റാത്തത്. നമുക്കറിയാം, ഒരു ഇരുമ്പ് കമ്പി നമ്മൾ വളയ്ക്കാൻ തുടങ്ങിയാൽ ആ ഇരുമ്പ് കമ്പി വളയ്ക്കുന്നില്ലെങ്കിൽ ഈ ഇരുമ്പ് കമ്പി വളയത്തില്ല എന്ന് പറഞ്ഞ് കളയുകയല്ല ചെയ്യേണ്ടത്. പകരം നമ്മൾ ആ ഇരുമ്പ് കമ്പി വളയ്ക്കാൻ എടുക്കുന്ന ഊർജം ശരിയാവുന്നില്ല, കുറച്ചുകൂടി ഊർജം അതിന് വേണം എന്നുള്ള ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലായിക്കൊണ്ടാണ് ഇലഞ്ഞൂർ വ്ലോഗ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഏതാനും ദിവസങ്ങളായി പ്രചോദനാത്മക കഥ ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് നിലനിൽപ്പിന് ആവശ്യമെന്ന പോലെ പ്രചോദനാത്മകം നൽകുന്ന കഥകളും അതുപോലെ തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വളർച്ചയ്ക്കും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും കാരണമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം രാത്രിയിൽ നമ്മൾ 8 മണിക്ക് ഇത്തരത്തിലൊരു പ്രചോദനാത്മക കഥ അഥവാ മോട്ടിവേഷൻ സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പം അത് കേട്ടിട്ട് നമ്മൾ ഉറങ്ങുകയും പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇടുന്ന മോട്ടിവേഷൻ സ്റ്റോറി ഉണർന്നു കഴിഞ്ഞ് കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം നേട്ടങ്ങൾ മനസ്സിനും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് അനുഭവത്തിലൂടെ ഞാൻ സാക്ഷ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ വായിച്ചതും അറിഞ്ഞതും മനസ്സിലാക്കിയതും ചിന്തിച്ചതുമായ കഥകളാണ് ഈ മോട്ടിവേഷൻ സ്റ്റോറിയിലൂടെ അഥവാ പ്രചോദനാത്മക കഥയിലൂടെ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ കഥകൾ കേൾക്കുകയും കഴിയുന്നത്ര നിങ്ങളുടെ ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് നമ്മുടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും നമുക്ക് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അപ്പം ജീവിതത്തിലെ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ശതകോടീശ്വരാവുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നേട്ടം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ജീവിക്കുക, രോഗങ്ങളില്ലാതെ ജീവിക്കുക, മനപ്രയാസമില്ലാതെ ജീവിക്കുക, അനാവശ്യ പ്രതിസന്ധികൾ അകപ്പെടാതെ ജീവിക്കുക, അപകടങ്ങളൊന്നും ഉണ്ടാവാതെ ജീവിക്കുക. ഇതൊക്കെ നമ്മുടെ നേട്ടങ്ങൾ തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ നമുക്ക് സാധിച്ചെടുക്കാം, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് വന്നു കൂടുന്നത് എന്നൊക്കെ നമുക്ക് ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്ധവിശ്വാസങ്ങൾ അധിഷ്ഠിതമാവാതെ ശരിയായ രീതിയിൽ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ ക്രിയാത്മകമായ വികാരം വളർത്തിയെടുത്ത് അങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാം. എന്ത് നേടിയാലും മനസ്സിന് സന്തോഷമില്ലെങ്കിൽ, മനസ്സമാധാനമില്ലെങ്കിൽ ആ നേടുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും അതുപോലെ പിറ്റേ ദിവസം രാവിലെയുമുള്ള ഈ പ്രഭാഷണ പരമ്പരകൾ കേൾക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് കേൾക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത് ഈ പരമ്പരയ്ക്ക് വേണ്ട പ്രോത്സാഹനം നൽകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യമുള്ളത്, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള കഥകൾ ഒക്കെ ഒരുപക്ഷെ നമ്മുടേതാണെന്ന് തോന്നും. പക്ഷേ അത് യാദൃശ്യമാണ്. അത് ആ കഥാബീജത്തെ വിശദമാക്കാൻ വേണ്ടി, കഥാബിന്ദുവിനെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പ്രയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ കഥയിൽ പ്രധാനമായിട്ടും ജീവിത വിജയം കൈവരിച്ചവരുടെ അനുഭവ കഥകളും അതുപോലെ തന്നെ ജീവിത വിജയം കൈവരിക്കാൻ ആവശ്യമായ സമഗ്ര മാർഗനിർദ്ദേശങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും ഇത് കേൾക്കണമെന്നും നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണമെന്നും ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ ഹൃദ്യമായ നന്ദി, നമസ്കാരം.